പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിൽ വളരെ നല്ലൊരു ആശയമുണ്ട്, പക്ഷേ അത് നിങ്ങളുടെ മാനേജരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഒരാഴ്ചത്തെ ലീവ് അത്യാവശ്യമായിട്ട് വേണം, പക്ഷേ ബോസിനോട് ചോദിക്കാൻ പേടിയാണ്. ചോദിച്ചാൽ നോ എന്നായിരിക്കും മറുപടി എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങളുടെ റൂംമേറ്റിനോട് റൂം വൃത്തിയായി സൂക്ഷിക്കാൻ പലതവണ പറഞ്ഞിട്ടും അയാൾ അത് കേൾക്കുന്നില്ല. എന്നാ ചില ആളുകളുണ്ട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ചിലർ, അല്ലെങ്കിൽ നമ്മുടെ ചില സുഹൃത്തുക്കൾ. അവർ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ കേൾക്കും. അവര് ലീവ് ചോദിച്ചാൽ ബോസ് കൊടുക്കും. അവരുടെ ആശയം പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. എന്താണ് ഇതിന്റെ രഹസ്യം? അവർക്കെന്താ നാല് കൈയുണ്ടോ? അതോ അവർക്ക് പ്രത്യേകിച്ച് വല്ല കഴിവുകളുമുണ്ടോ? ഇത് ജന്മനാ കിട്ടുന്ന ഒരു കഴിവല്ല. ഇതൊരു മന്ത്രവാദവുമല്ല. ഇത് ശുദ്ധമായ മനഃശാസ്ത്രമാണ്. ആർക്കും പഠിച്ചെടുക്കാവുന്ന, പരിശീലിക്കാവുന്ന ഒരു കലയാണ്. ആളുകളെ സ്വാധീനിക്കാനുള്ള കല. ഇത് ആർട്ട് ഓഫ് പെർsuasion. ഇന്ന് നമ്മൾ ഈ കലയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ പോവുകയാണ്. ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ റോബർട്ട് സിയാൽഡിനി തന്റെ വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം എഴുതിയ ഇൻഫ്ലുവൻസ് ദ സൈക്കോളജി ഓഫ് പെർsuasion എന്ന പുസ്തകത്തിലെ ആരെയും സ്വാധീനിക്കാനുള്ള 6 ശാസ്ത്രീയ വഴികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ തത്വങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജോലി സ്ഥലത്തും ബിസിനസ്സിലും കുടുംബ ബന്ധത്തിലും ഇത് നിങ്ങൾക്കൊരു യെസ് നേടാൻ സാധിക്കും. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിവ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഒന്നാമത്തത്, പ്രതിഫലം നൽകൽ. ഇത് മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. മറ്റൊരാൾ ഒരു ഉപകാരം ചെയ്താൽ തിരിച്ചെന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മുടെ തലച്ചോറിൽ ഒരു അലാറം അടിക്കും. ഒരു മാനസികമായ കടപ്പാട് നമുക്ക് തോന്നും. ഇത് നിങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും. സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ചിലർ ഫ്രീ ആയി ജ്യൂസോ ഈന്തപ്പഴമോ തരാറില്ലേ? അത് വെറുതെയാണെന്ന് കരുതിയോ? അത് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും വാങ്ങാതെ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കൊരു ചെറിയ കുറ്റബോധം തോന്നും. ഒരു സുഹൃത്ത് നിങ്ങളുടെ പിറന്നാളിന് ഒരു കേക്ക് വാങ്ങിക്കൊണ്ടുവന്നാൽ അടുത്ത അവന്റെ പിറന്നാളിന് നിങ്ങൾ തിരിച്ചെന്തെങ്കിലും കൊടുക്കാൻ നിർബന്ധിതനാകും. ഇതൊരു ശക്തമായിട്ടുള്ള ഒരു ആയുധമാണ്. കൃഷ്ണ കുചേല കഥ ഓർമ്മയില്ലേ? ഒരു പിടി അവലുമായി വന്ന കുചേലന് കൃഷ്ണൻ സർവ്വ ഐശ്വര്യവും നൽകിയത് ഈ റെസിപ്രോസിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. പ്രവാസികൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ, ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകന് ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കാതെ ചെയ്തു കൊടുക്കുക. ചിലപ്പോ ഒരു പ്രിന്റ് എടുത്തു കൊടുക്കുന്നതോ ഒരു ഡാറ്റ എൻട്രിയിൽ സഹായിക്കുന്നതോ എന്തുമാവട്ടെ, ഭാവിയിൽ നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ അയാൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ബന്ധങ്ങളിലാണെന്നുണ്ടെങ്കിലോ, റൂംമേറ്റിന് വേണ്ടി ഇടയ്ക്ക് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. ഈ ചെറിയ കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അയാൾ പിന്നീട് റൂം വൃത്തിയാക്കാനോ നിങ്ങളെ സഹായിക്കാനോ കൂടുതൽ താല്പര്യം കാണിച്ചേക്കാം. ഇനി ബോസിനോടാണെന്നുണ്ടെങ്കിൽ ലീവ് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു പ്രധാനപ്പെട്ട വർക്ക് കൃത്യസമയത്തിന് മുമ്പേ തീർത്തു കൊടുക്കുക. അതൊരു സമ്മാനം പോലെയാണ്. അതിനുശേഷം നിങ്ങൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ നോ പറയാൻ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിയമം ഇതാണ്: ആദ്യം കൊടുക്കുക, പിന്നീട് ചോദിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരു കൊടുക്കൽ വാങ്ങൽ പോലെ ആകരുത്. രണ്ടാമത്തെ നിയമം ഇതാണ്: പ്രതിബദ്ധതയും സ്ഥിരതയും. കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി. നമ്മൾ കപടന്മാരാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലും നമുക്കിഷ്ടമല്ല. അതുകൊണ്ട് ഒരിക്കൽ ഒരു ചെറിയ കാര്യത്തോട് എസ് പറഞ്ഞാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളോടും നമ്മൾ എസ് പറയാൻ താല്പര്യം കൂടും. കാരണം നമ്മുടെ ആദ്യത്തെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതിനെയാണ് ഫൂട്ട് ഇൻ ദ ഡോർ ടെക്നിക് എന്ന് പറയുന്നത്. ആദ്യം ചെറിയൊരു സഹായം ചോദിച്ച് വാതിൽ തുറപ്പിക്കുക, പിന്നീട് അകത്തേക്ക് കയറി വലിയ സഹായം ചോദിക്കുക. പ്രവാസികൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബോസിനോട് ഒരു പുതിയ ആശയം അവതരിപ്പിക്കുമ്പോൾ എനിക്കൊരു പുതിയ ഐഡിയ ഉണ്ട്, ഇത് നടപ്പിലാക്കണം എന്ന് പറയുന്നതിന് പകരം നമ്മുടെ കമ്പനിയിൽ പ്രൊഡക്ടിവിറ്റി കൂടുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുക. ബോസ് സ്വാഭാവികമായിട്ടും എസ് പറയും. എന്നാൽ അതിനൊരു ചെറിയ ആശയം എന്റെ കയ്യിലുണ്ട്, ഒന്ന് കേൾക്കാമോ എന്ന് ചോദിക്കുക. ഇങ്ങനെ ചെറിയ എസ്സുകളിലൂടെ അയാളെ വലിയ എസ്സിലേക്ക് കൊണ്ടുപോകാം. ഇനി റൂംമേറ്റിനോടാണെങ്കിലോ, റൂം വൃത്തിയാക്കാം എന്ന് പറയുന്നതിന് പകരം നമുക്ക് രണ്ടുപേർക്കും വൃത്തിയുള്ള റൂമിൽ ജീവിക്കുന്നത് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുക. അയാൾ അതേ എന്ന് പറയും. എങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്കൊരു 10 മിനിറ്റ് ഇതിനായി മാറ്റിവെച്ചാലോ എന്ന് ചോദിക്കുക. ഇനിയിപ്പോ സ്വന്തം കാര്യത്തിലാണെന്നുണ്ടെങ്കിലോ, ഞാൻ നാളെ മുതൽ എല്ലാ ദിവസവും ജിമ്മിൽ പോകും എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഞാൻ നാളെ രാവിലെ എന്റെ സ്പോർട്സ് ഷൂ എടുത്ത് ധരിക്കും എന്ന് മാത്രം തീരുമാനിക്കുക. ആ ചെറിയൊരു പ്രതിബദ്ധത നിങ്ങളെ വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കും. ഇനി മൂന്നാമത്തെ നിയമം സാമൂഹികപരമായിട്ടുള്ള തെളിവാണ്, സോഷ്യൽ പ്രൂഫ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചുറ്റും നോക്കും. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി അത് അനുകരിക്കും. ഈ ഭൂരിപക്ഷം ചെയ്യുന്നത് ശരിയായിരിക്കും എന്നൊരു ചിന്ത നമ്മുടെ ഉപബോധ മനസ്സിലുണ്ട്. ഒരു റെസ്റ്റോറന്റിന് മുന്നിൽ വലിയ ക്യൂ ഉണ്ടെങ്കിൽ അതൊരു നല്ല റെസ്റ്റോറന്റ് ആയിരിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ലേ? ഓൺലൈനിൽ ഒരു ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് അതിന്റെ റിവ്യൂസും റേറ്റിംഗുമാണ്.
ആയിരക്കണക്കിന് ആളുകൾ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളും അത് വിശ്വസിക്കും. നിങ്ങളൊരു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു, ചുവന്ന ലൈറ്റാണ്, പക്ഷേ 10 പേര് റോഡ് മുറിച്ച് കടന്നാൽ നിങ്ങളും അവരോടൊപ്പം കടക്കാൻ സാധ്യതയുണ്ട്. പ്രവാസികൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പുതിയ ആശയത്തിന് സഹപ്രവർത്തകരുടെ പിന്തുണയുണ്ടെന്ന് ബോസിനെ കാണിക്കുന്നത് ആശയം അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടീമിലെ ഭൂരിഭാഗം പേരും ഇതിനെ അനുകൂലിക്കുന്നുണ്ടെന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു പോയിന്റാണ്. ഇനി ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ചെറിയ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഉൽപ്പന്നം ഉപയോഗിച്ച കസ്റ്റമേഴ്സിന്റെ നല്ല അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യുക. ദുബായിലെ 100-ലധികം പ്രവാസികൾ ഞങ്ങളുടെ സേവനം സന്തോഷത്തോടുകൂടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പുതിയ കസ്റ്റമേഴ്സിനെ ആകർഷിക്കും. ഇനി റൂംമേറ്റിനോടാണെങ്കിലോ, റൂമിലെ മറ്റെല്ലാവരും രാത്രി 11 മണിക്ക് ശേഷം ഫോണിന്റെ ശബ്ദം കുറയ്ക്കാറുണ്ട് എന്ന് പറയുന്നത് ഒരാളെ ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഫലപ്രദമാണ്. ഇനി 4-മത്തെ നിയമം, അധികാരം. ഒരു വിഷയത്തിൽ വിദഗ്ധരോ അധികാരികളോ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അധികം ചോദ്യം ചെയ്യാറില്ല. അതിനെ വിശ്വസിക്കാൻ സാധ്യതയേറെയാണ്. ഈ പരസ്യങ്ങളിലൊക്കെ ഡോക്ടറുടെ കോട്ടിട്ട ആളുകളെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ കോട്ട് കാണുമ്പോൾ അവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നും. ഒരു ട്രാഫിക് പോലീസുകാരൻ കൈ കാണിച്ചാൽ നമ്മൾ വണ്ടി നിർത്തും, കാരണം അയാൾക്ക് അധികാരമുണ്ട്. അപ്പോ നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഫീൽഡിൽ എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുന്നത് ആളുകൾക്ക് നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണമാകും. നിങ്ങളുടെ യൂണിഫോം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, നിങ്ങളുടെ ടൈറ്റിൽ എന്നിവയെല്ലാം അധികാരത്തിന്റെ ചിഹ്നങ്ങളാണ്. ഇനി 5-മത്തെ നിയമം, ഇഷ്ടം. ഇത് വളരെ ലളിതമാണ്. നമുക്കിഷ്ടമുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളോട് യെസ് പറയാൻ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും. ഇഷ്ടപ്പെട്ട ഒരു സിനിമാ താരം ഒരു സോപ്പിന്റെ പരസ്യത്തിൽ വന്നാൽ നമ്മൾ ആ സോപ്പ് വാങ്ങാൻ സാധ്യത കൂടുതലാണ്. ഒരു സുഹൃത്ത് നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നിരസിക്കാൻ നിങ്ങൾ മടിക്കും. ഈ ഇഷ്ടം തോന്നാൻ 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. 1, സാമ്യം. നമ്മളോട് സാമ്യമുള്ള ആളുകളെ നമുക്കിഷ്ടമാണ്. 2, പുകഴ്ത്തൽ. നമ്മളെ ആത്മാർത്ഥമായിട്ട് പുകഴ്ത്തുന്നവരെ നമുക്കിഷ്ടമാണ്. 3, സഹകരണം. ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ നമുക്കിഷ്ടമാണ്. ഇനി നിങ്ങൾ ഒരാളെ ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് അവരുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കുക. അവരുമായി സംസാരിച്ച് അവരുടെ പൊതുവായ താല്പര്യങ്ങൾ കണ്ടെത്തുക. നിങ്ങളും തൃശ്ശൂരിൽ നിന്നാണല്ലോ, നിങ്ങൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണല്ലോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും. അതിനുശേഷം ഒരു നല്ല ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനം നൽകുക. നിങ്ങളുടെ ഷർട്ട് കൊള്ളാം എന്ന് പറയുന്നത് പോലും ഒരു നല്ല തുടക്കമാണ്. 6-മത്തെ നിയമം, ദൗർബല്യം. ഒരു സാധനം തീർന്നു പോകാൻ പോകുന്നു, അല്ലെങ്കിൽ ഓഫർ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് കേട്ടാൽ അത് സ്വന്തമാക്കാൻ നമുക്കൊരു വെപ്രാളമാണ്. നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ലിമിറ്റഡ് എഡിഷൻ ഫോണുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഡിമാൻഡ്? ഓഫർ എൻ ടുഡേ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വേഗം സാധനം വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? അവസാനത്തെ 2 സീറ്റ് മാത്രം എന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സൈറ്റിൽ കാണുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കൂടാൻ കാരണം ഇതാണ്. കിട്ടാൻ പ്രയാസമുള്ളതിന് മൂല്യം കൂടുതലാണെന്ന് തലച്ചോറ് വിശ്വസിക്കുന്നു. പ്രവാസികൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ, ജോലിയിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രധാനപ്പെട്ട കാര്യം ചെയ്തു തരാം എന്ന് പറയുന്നത് നിങ്ങളുടെ സമയത്തിന്റെ മൂല്യം കൂട്ടും. ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ഈ ഓഫർ ആദ്യത്തെ 10 കസ്റ്റമേഴ്സിന് മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കും. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ മറ്റു ഓഫറുകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നത് ആ കമ്പനിക്ക് നിങ്ങളിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആളുകളെ കൊണ്ട് യെസ് പറയിപ്പിക്കാനുള്ള 6 ശക്തമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് അറിയാം. പക്ഷേ ഇതൊരു കത്തി പോലെയാണ്. ഇത് വെച്ച് നമുക്ക് പച്ചക്കറി എരിയാം, അല്ലെങ്കിൽ നാളെ ഒരാളെ മുറിവേൽപ്പിക്കാം. ഈ തത്വങ്ങൾ വളരെ ശക്തമാണ്. ഇത് നല്ല കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കാം, അതുപോലെ മറ്റുള്ളവരെ ചതിക്കാനും ഉപയോഗിക്കാം. ഒരു നല്ല നേതാവ് ആളുകളെ പ്രചോദിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു തട്ടിപ്പുകാരൻ ആളുകളെ കബളിപ്പിക്കാൻ ഇത് ഉപയോഗിക്കും. ഉദാഹരണത്തിന്, യഥാർത്ഥത്തിൽ ഒരു ദൗർബല്യവുമില്ലാത്ത സാധനം തീരാറായി എന്ന് കള്ളം പറഞ്ഞ് വിൽക്കുന്നത് തട്ടിപ്പാണ്. യോഗ്യതയില്ലാതെ ഡോക്ടറുടെ കോട്ടിട്ട് മരുന്ന് വിൽക്കുന്നത് ചതിയാണ്. അതുകൊണ്ട് ഈ തത്വങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സത്യസന്ധതയും ധാർമ്മികതയും പുലർത്തുക. മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ മൂല്യം നൽകുന്ന രീതിയിൽ ഇവയെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പെർസുവേഷൻ എന്നത് മാനിപ്പുലേഷൻ ആകരുത്. ഇതിനേക്കാൾ പ്രധാനമായി ഈ തത്വങ്ങളെക്കുറിച്ച് അറിയുന്നത് മറ്റുള്ളവർ നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിയാനും സ്വയം പ്രതിരോധിക്കാനും സഹായിക്കും. ഒരാൾ നിങ്ങൾക്ക് അനാവശ്യമായി ഒരു സമ്മാനം തന്നിട്ട് വലിയൊരു സഹായം ചോദിച്ചാൽ ഓർക്കുക, അത് റെസിപ്രോസിറ്റി ആകാം. ഓഫർ ഇന്ന് തീരും എന്ന് കേൾക്കുമ്പോൾ ചാടിക്കയറി വാങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കുക, എനിക്കിത് ശരിക്കും ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ പെർസുവേഷൻ എന്നത് മറ്റൊരാളെ തോൽപ്പിക്കാനുള്ള ഒരു വിദ്യയല്ല, മറിച്ച് ഒരു വിൻ വിൻ സാഹചര്യം ഉണ്ടാക്കാനുള്ള ഒരു കലയാണ്. നിങ്ങൾക്കും മറ്റൊരാൾക്കും ഒരേപോലെ ഗുണകരമാകുന്ന രീതിയിൽ അവരെ സ്വാധീനിക്കുന്ന ഒരു കല. ഈ നിയമങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ മറ്റ് പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.